ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വർഷ പാത്തൂസ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ വന്നതാണോ പണ്ടേ വന്നതാണോ എനിക്കറിയില്ല, കുറേ പഴയ വിൻറ്റേജ് കളക്ഷൻസ്, കാറിൻ്റെ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ അവിടെ പോയാലോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ എവിടെയും അജ്മാനിലും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിനി. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒറ്റക്ക് തന്നെ എനിക്ക് അധികം എല്ലടി പോകാൻ ഇഷ്ടം. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ഒപ്പരം ആരെങ്കിലും ഉണ്ടായാലും എനിക്ക് ഫീൽ ആകുന്നില്ല, ലൈക്ക് അവരൊക്കെയാണ് ടൈം കൊടുക്കുന്നില്ല, അവർക്ക് ബോറടിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം വന്നിട്ട്. അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ ഓക്കെയാണ്. കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക്ക് സംസാരിക്കാനുണ്ടാവും. അതായത് അവർക്ക് ബോറാവുന്നുണ്ടോയെന്ന് ഫീൽ ആവാൻ എനിക്കൊരു സ്പേസ് കിട്ടൂല, അല്ലെങ്കിൽ അവരെനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതല്ലാത്ത പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെൻ്റെ ഒപ്പം വന്നാലാണ് എനിക്ക് ചോറ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒറ്റയ്ക്ക് പോയേക്കാം, റൂമിൽ എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് വിൻറ്റേജ് കാർ കളക്ഷൻസ് എല്ലാം കണ്ടിട്ട് വന്നേക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പോകുമ്പോൾ മനസ്സിലായാൽ ഞാൻ ലൊക്കേഷൻ ഇടാൻ മറന്നുപോയി. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ലൊക്കേഷൻ ഇടാണ്. വീഡിയോയിൽ എടുക്കുന്ന തിരക്കായതുകൊണ്ട് ഞാൻ ഇറങ്ങിയായിരുന്നു തന്നെ ലൊക്കേഷൻ ഇടാൻ മറന്നുപോയി. പിന്നെ എനിക്ക് ഫുൾ അതിൻ്റെ ടെൻഷനായി. ആരോടൊന്നും ചോദിച്ചിട്ട് വേണ്ട ഇപ്പം പോകാൻ. ആക്ച്വലി അത് നടക്കേണ്ട ദൂരം ഇല്ലു എന്നാണ് എന്നോട് എല്ലാവരും മുന്നേ ഇങ്ങനെ റൂമിൽ നിന്നെല്ലാം എല്ലാവരും പറയുന്നുണ്ടായി, ഞാൻ നടക്കേണ്ട ദൂരം ഉണ്ടായിട്ടു 10-15 മിനിറ്റേ ഇല്ലു ഇടുന്നതെന്നല്ലാതെ പറഞ്ഞു തന്നെ. അപ്പോൾ ആ ഒരു നിഗമനം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പോകാൻ നോക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ലൈക്ക് ഞാനൊരു മലയാളി ചേട്ടനെ കണ്ട് ആ വഴിക്ക്. അപ്പോൾ ആ ബ്രോനോട് ഇങ്ങനെ ചോദിച്ചു എവിടെയാണ്. അപ്പോൾ പിന്നെ മലയാളീസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഈ വിൻറ്റേജ് കാർ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്തായാലും അവിടെ പോയിട്ടുണ്ടാവും. ആ ഒരു ഇത് വെച്ചിട്ടാണ് ചോദിച്ചത്. ആളോട് ചോദിക്കുന്നതിൽ കൂടെ എല്ലാം ലൈക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു വ്യക്തി, സ്ട്രേറ്റ് മനുഷ്യൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു എവിടെയാണ് സ്ഥലം എന്ന്, അങ്ങനെയാണ് പോകേണ്ടത് എന്നെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഇതിലേക്ക് എവിടെയില്ല, ഞാൻ നടക്കുന്നിടത്തുനിന്ന് നേരെ ഒരു 10-15 മിനിറ്റ് നടന്നാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. അതിനിപ്പോൾ എന്തായാലും കുറച്ച് നടക്കാനില്ലോ, ഒരു 5-10 മിനിറ്റും കൂടി നടക്കാനില്ലോ. പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് അയാൾ പറഞ്ഞതിന് ഒരു മിനാർ പോലെ തന്നെ ഒരു തൂമ്പ് കാണുന്നതാണ് സ്ഥലം. നിങ്ങളെല്ലാം കണ്ടില്ലേ, അതാ കാണിച്ചത് സൂമാക്കിയിട്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എത്താനായി. അപ്പോൾ ഈ കാണുന്ന ചിരിയെല്ലാടെ എത്താനായതിൻ്റെ സന്തോഷമാണ്. കാരണം കുറേ വിചാരിക്കുന്നു പോകണം എന്ന്. ലാസ്റ്റിൽ അങ്ങനെ എത്തി. സംഭവം സൂപ്പർ സംഭവം തന്നെ. കാരണം ഒന്നാമത് ഞാൻ വീട്ടിൽ നിന്ന് കീഞ്ഞാൽ ഞാൻ 2:30-3 മണിക്കാരനെ കീഞ്ഞിന്. നട്ടുച്ചൊക്കെ പൊരിക്കുന്ന വെയിൽ. അതാണ് മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ട്, പക്ഷേ ചിരിക്കും വേണം, ക്യൂട്ട്നെസ് പറയണം, എല്ലാം കൊണ്ട്. അങ്ങനെ ഫൈനലി എത്തി. അടുത്തൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു ഒന്നിനും തൊടാനൊന്നും പാടില്ല, 10-15 മിനിറ്റ് കൊണ്ട് വേഗം കീഞ്ഞ് പോകണമെന്നും പറഞ്ഞു. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, ലൈക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒറ്റ റൗണ്ടേ അടിക്കാൻ പാടുള്ളൂ, ഒറ്റ റൗണ്ടേ നമുക്ക് വിസിറ്റേഴ്സിന് പറ്റൂലെന്നും പറഞ്ഞു. അങ്ങനെ കാറെല്ലാം കാണുന്നത്, എനിക്ക് പൊതുവേ കാറിനോട് എനിക്ക് കാറിൻ്റെ ABCD അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ കാണാൻ ഇഷ്ടമാണെന്നേലും, അല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനോ ഒരു തേങ്ങ അറിയില്ല. അങ്ങനെ കാറെല്ലാം കണ്ടായിരുന്നു. നല്ല കിടലം പോലത്തെ കാറ്, പണ്ട് തിളക്കത്തിൽ ദിലീപിൻ്റെ അച്ഛൻ ലാസ്റ്റിൽ കൂട്ടാൻ വന്ന പോലെ തന്നെ എല്ലാം കാറെല്ലാം കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതാകുമ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനും എനിക്ക് വലിങ്ങനെയൊന്നും അറിയില്ല, വീഡിയോ എടുക്കാൻ ഒട്ടും അറിയില്ല. എനിക്ക് അറിയുന്നതെല്ലാം പോലെ വെച്ചിട്ട് ഒപ്പിച്ച് എടുത്തിട്ട് പോകാമെന്നെല്ലാം വിചാരിച്ചു. പിന്നെയാണ് എനിക്ക് റിയലൈസ് ആയില്ല ഇങ്ങനത്തെ സ്ഥലത്തേക്കെല്ലാം വരേണ്ടതെന്ന് വെച്ചാൽ കാറിനെല്ലാം കുറിച്ച് നല്ലോണം അറിയുന്നത്. പിന്നെ ഈ വിൻറ്റേജ് കാർ കളക്ഷൻസിനോടെല്ലാം ഭയങ്കരമായിട്ട് ഒരു പ്രാന്ത് ഉണ്ടാവില്ല, ഒരു ക്രേസ് ലെവലാണ് ആക്ച്വലി ഇവിടെ വരുന്നുണ്ട്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചീൻ്റെ മോനെന്നെല്ലാം പറഞ്ഞാൽ അവന് ഭയങ്കര ക്രേസാണ് ഇങ്ങനത്തെ വണ്ടി ഇതെല്ലാം കാണാൻ. അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ വരുന്നത്. എന്നെപ്പോലെയുള്ള ആൾ വന്നാൽ ഒന്നാമത് ആൾ പറഞ്ഞത് 10-15 മിനിറ്റിനുള്ളിൽ കീഴാണെന്ന്. ഞാനവിടുത്തെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ കീഴിട്ടുണ്ടാവും. എനിക്കതൊന്നും തിരിയുന്നുമില്ല. കാരണം കുറേ വണ്ടിയുണ്ട്, കുറേ ലോറി പോലത്തെ കുറേ വണ്ടിയുണ്ട്. അങ്ങനെ എല്ലാം നോക്കി. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടതെന്ന് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു പറക്കും തളി പോലത്തെ ഒരു വണ്ടി ഉണ്ടായിന്. അതെനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതേ കൂടെ വരുമ്പോൾ കാണിച്ചു തരാൻ വന്നാൽ. അങ്ങനെ ഗൈസ്, അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ഇനി കുറച്ച് സമയം കൂടെ അല്ലെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് എന്തായാലും ഞാനിത് വ്ളോഗാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ കാണിച്ചു തന്നിട്ട് വേഗം തന്നെ എടുത്ത് ചെയ്യണം എന്നതിൻ്റെ ഒരു മൈൻഡായി. പിന്നെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരൊന്നും ഉണ്ടായില്ല, കാരണം അത് ഫ്രൈഡേ ആണ്. എൻ്റെ വീക്കെൻഡ് വരുന്നത് ഫ്രൈഡേ ആണ്, നിങ്ങൾക്കെല്ലാം അറിയില്ലേ. സൺഡേ ആണെങ്കിൽ കുറച്ച് തിരക്കുണ്ടാവും എന്നാണ് അവിടെ എല്ലാവരും പറയുന്നുണ്ടായിന്. പിന്നെ മോറോവർ എന്നാ പറയാന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഉണ്ടായിന്. എനിക്ക് പണ്ടത്തെ പറക്കും തളികയിലെ പോലെ തന്നെ ഒരു വണ്ടി ഉണ്ടായിന്. അത് നല്ല കിടിലം പോലത്തെ വണ്ടിയാണ്. അതുമാത്രം എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ അതേ ഉണ്ടായിട്ടു. കാരണം ഒന്നാമത് ആക്ച്വലി ഇത് നല്ലോണം കുറിച്ച് അറിയുന്നവർക്കെല്ലാം ഭയങ്കര രസമായിരിക്കും കാണാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കീയാന്ന് വിചാരിച്ചു. കീയാന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് 2:30 ഞാൻ ഫുഡും കൂടെ കഴിക്കാണ്ട വന്നിന്, അത് കൊടുക്കാത്ത വിശപ്പുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് ഫുഡെല്ലാം കഴിക്കണമെന്നുള്ള മൈൻഡായി. ഇവിടുന്ന് ഇപ്പോൾ 2-3 ക്ലിപ്സ് എല്ലാം അറിയുന്ന പോലെ വീഡിയോ എല്ലാം സെറ്റാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കീയാണെന്നുള്ളൊരു മൈൻഡായി എനിക്ക്.
അങ്ങനെ ഗൈസ് ഞാൻ വിചാരിച്ചത് ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാവും, വേഗം തീരൂല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് ഇത് വേഗം തീർന്നിന്. പക്ഷേ പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേ കൂടെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേ കൂടെ വേറൊരു സ്ഥലത്തേക്ക് കൂടെ എല്ലാം പോയി നോക്കി. പിന്നെ നമുക്ക് ഒന്നിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് ഫോട്ടോ എടുക്കാനൊന്നും കഴിയില്ലല്ലോ, അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. പക്ഷേ സംഭവം എന്തായാലും സൂപ്പർ സ്ഥലമാണ്. ഇവിടെ പിള്ളേരൊന്നും കൂട്ടിയിട്ട് വരാൻ നടക്കില്ല, കാരണം ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അവിടെ കുറച്ച് എന്തെല്ലോ ഷെയ്ക്കിനെ കുറിച്ചെല്ലാം നല്ല അറിവെല്ലാം ഉണ്ടായിന്. പിന്നെ എനിക്ക് അത്രയ്ക്ക് വായിക്കാനില്ല പേഷ്യൻസും ക്ഷമയൊന്നും ഇല്ല എന്ന് എനിക്ക് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പിന്നെ അതൊന്നും വായിക്കാൻ നിന്നിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് അറിയുകയും ചെയ്യില്ല അത് ഫോട്ടോ എടുത്തുവിടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്നിട്ടില്ല. ഫൈനലി അങ്ങനെ ആ പൂതി തീർന്നു. കുറേ കാലമായി വിചാരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരണം. അങ്ങനെ ഇവിടുത്തെതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നുമില്ല. അല്ലെങ്കിൽ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയപാട് വേഗം ഫുഡ് എടുത്ത് കഴിക്കണം. പിന്നെ മനസ്സിലായ വന്ന പോലെ തന്നെ തിരിച്ചും നടക്കണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു വരുമ്പോൾ നടക്കാൻ. അന്നേരം ഇവിടെ കാണാൻ വരുന്ന എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് നട്ടപ്പൊരിയുന്ന വെയിലത്ത് നടക്കണ്ടേന്ന് ആലോചിച്ചിട്ടാണെങ്കിൽ വേറെ ടെൻഷൻ. പിന്നെ വിചാരിച്ച് നടന്ന് വേഗം എത്തിക്കോളും എന്നുള്ളൊരിതിലെത്തി. അങ്ങനെ നടന്ന ഫൈനലി ലൈക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റോഡ് കണ്ട് അതിനെ വലിയ സമാധാനം. അങ്ങനെ കഴിച്ച് ഞാൻ ഫൈനലി എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താനായി എന്ന് പറഞ്ഞാൽ സിഗ്നലിൽ കട്ട പോസ്റ്റായി, സിഗ്നലിൽ വെയിറ്റ് ആക്കുന്നുണ്ടായിന്. പിന്നെ കുറച്ച് ഫ്ലൈറ്റിൻ്റെ സീൻസ് എല്ലാം ഉണ്ടായിന്. ഫ്ലൈറ്റെല്ലാം കണ്ട് മെല്ലെ അതായത് ഫ്ലൈറ്റ് ഇങ്ങനെ അടുത്തേക്ക് കൂടെ പോകുന്നതെല്ലാം കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അതെല്ലാം കണ്ട് മെല്ലെ പോയി. അങ്ങനെ ഫൈനലി വീട്ടിലെത്തുമ്പോൾ പിന്നെ ഒറ്റ ചിന്തയിലായിട്ട് പോയപാട് എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കണമെന്ന് ഡോറിൻ്റെ ലോക്കെല്ലാം അടിച്ചു കൊടുത്ത് ഉള്ളിൽ കയറി. പിന്നെ ക്യൂട്ട്നെസ് മസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ 2-3 ക്യൂട്ട്നെസ് ഇട്ടു. ആക്ച്വലി എനിക്ക് പണ്ടെന്ന് ഇതിൻ്റെ ഇങ്ങനത്തെ ക്രേസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് ഇങ്ങനെ ക്യൂട്ട്നെസ്സിൻ്റെ എല്ലാം ക്രേസ് വന്നിന്. എന്തായാലും ജെൻസി പിള്ളേർ കളിക്കുന്ന പോലെ കളിക്കാമെന്ന് വിചാരിച്ചു. ബൈ.